ഹലോ നമസ്കാരം കൂട്ടുകാരെ. അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസിനുള്ള സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ മൂന്നാമത്തെ മൊഡ്യൂളിൽ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. 9ാം ക്ലാസ്സിലെ പാഠം 3 ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയും പിന്നെ അതുപോലെ നമ്മുടെ മൗലിക അവകാശങ്ങളും കർത്തവ്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലോട്ട് കടക്കാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭാരതത്തെ വിശേഷിപ്പിക്കുന്നത് പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. എന്താണ്? PSMGR അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോഡ് പഠിച്ചു. എന്താണ് PSMGR? പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് എന്താ വിശേഷിപ്പിക്കുന്നത്? ആമുഖത്തിൽ ഭാരതത്തെ വിശേഷിപ്പിക്കുന്നത്. ക്ലിയർ അല്ലേ? 1976 42ാം ഭേദഗതി പ്രകാരം പുതിയതായി ഉൾപ്പെടുത്തിയ വാക്കുകളാണ് സ്ഥിതി സമത്വം മതേതരത്വം എന്നിവ. അപ്പോൾ ഇത് നോട്ട് ചെയ്യുക. സ്ഥിതി സമത്വം മതേതരത്വം എന്നിവ ഒരു ഭേദഗതി പ്രകാരം ഉൾപ്പെടുത്തിയതാണ്. ഏത് വർഷം? 1976. ഏതാണ് ഭേദഗതി? 42ാം ഭരണഘടനാ ഭേദഗതി. ക്ലിയർ ആണോ? അടുത്ത 1976 42ാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി. ഐക്യം എന്ന് മാത്രമേ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. അതിനു പകരം ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി. ക്ലിയർ ആണോ? അടുത്തത് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭാഗമാണ് ഭാഗം 3 അഥവാ പാർട്ട് 3. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭാഗമാണ് ഭാഗം 3. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ നൽകേണ്ട അവകാശങ്ങളെക്കുറിച്ച് INC സമർപ്പിച്ച റിപ്പോർട്ടാണ് 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കുറേ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അത് എന്നാണ്? 1928 ഓക്കെ. അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ നൽകേണ്ട അവകാശങ്ങളെക്കുറിച്ച് INC സമർപ്പിച്ച റിപ്പോർട്ടാണ് 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ തയ്യാറാക്കാൻ അടിസ്ഥാനമാക്കിയത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ തയ്യാറാക്കാൻ അടിസ്ഥാനമാക്കിയത് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടും അമേരിക്കൻ ഭരണഘടനയിലെ അവകാശ പട്ടികയുമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മൗലിക അവകാശങ്ങൾ എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്? അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങൾ ഏതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഏതാണ് മാതൃകയാക്കിയിരിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഏതാണ്? 1 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്, 2 അമേരിക്കൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ. മനസ്സിലായോ? ഓക്കെ. അടുത്തത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന 6 മൗലിക അവകാശങ്ങളുണ്ട് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന 6 മൗലിക അവകാശങ്ങളുണ്ട്. ഏതെല്ലാമാണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ആർട്ടിക്കിൾ സഹിതം പഠിച്ചതാണ് അല്ലേ? സമത്വത്തിനുള്ള അവകാശം ഏതാണ്? ആർട്ടിക്കിൾ 14-18. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19-22. ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 23-24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25-28. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആർട്ടിക്കിൾ 29-30. ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം ആർട്ടിക്കിൾ 32 മുതൽ 35 വരെ. ക്ലിയർ അല്ലേ? അപ്പോൾ ജാതിമതിൽ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ ഇടം പിടിച്ച ഗ്രാമം ഏതാണ്? മധ്യമപുരം എന്ന് പറയുന്ന ഗ്രാമമാണ് ജാതിമതിൽ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ ഇടം പിടിച്ച ഗ്രാമം. കണക്ട് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ നമ്മളെ വീടൊക്കെ വയ്ക്കുമ്പം എന്താണ്, 2 വീടിന് മധ്യത്തിലായിട്ടാണ് എന്ത് വയ്ക്കുക? ഒരു മതിലുണ്ടാക്കുക എന്ന് നമ്മൾ കണക്ട് ചെയ്യുക. ഓക്കെ. ജാതിമതിൽ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ ഇടം പിടിച്ച ഗ്രാമമാണ് മധ്യമപുരം. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത് എന്താണ്? സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അവകാശങ്ങൾ ഏതെല്ലാം? ഇപ്പോൾ സമത്വം എന്നുള്ള ഒരു കാര്യം പറഞ്ഞു അല്ലേ? സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളിലെ ആദ്യത്തെ അവകാശമാണ് അല്ലേ? അപ്പോൾ ഈ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന അവകാശങ്ങൾ ഏതെല്ലാമാണ്? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ ഉണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ ആർട്ടിക്കിൾ 14 എന്താണ്, 15 എന്താണ്, 16 എന്താണ്, 17 എന്താണ്, 18 എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് അടുത്തതായിട്ട് നോക്കുന്നത്. അപ്പൊ നോക്കാം, നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ ആർട്ടിക്കിൾ 14. എന്താണ് നിയമത്തിനു മുന്നിൽ സമത്വം ഉറപ്പാക്കൽ ആർട്ടിക്കിൾ 14. അപ്പൊ എന്താ പറയാ, നിയമസമത്വം ഷോർട്ടാക്കിയിട്ട് എന്ത് പറയും, നിയമസമത്വം ആർട്ടിക്കിൾ 14. അടുത്തത് ജാതി, മതം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ ആർട്ടിക്കിൾ 15. എന്താണ്, ജാതി, മതം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ ആർട്ടിക്കിൾ 15. അത് നമ്മൾ എങ്ങനെയാ ഷോർട്ടാക്കി പറയാം, വിവേചനം തടയൽ ആർട്ടിക്കിൾ 15. വിവേചനം തടയൽ ആർട്ടിക്കിൾ 15 നമുക്ക് പെട്ടെന്ന് കിട്ടാനായിട്ടാണ്. ഓക്കെ, അടുത്തത് പൊതു നിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ. പൊതു നിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ ആർട്ടിക്കിൾ 16. അപ്പോൾ എന്താ പറയാ, അവസര സമത്വം ആർട്ടിക്കിൾ 16. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ആർട്ടിക്കിൾ 17. അയിത്ത നിർമാർജനം അല്ലെ ആർട്ടിക്കിൾ 17. അടുത്തത് സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ എന്ന് പറഞ്ഞാൽ ബഹുമതികൾ നിർത്തലാക്കൽ അല്ലെ, അതെന്താണ്, ആർട്ടിക്കിൾ 18. ക്ലിയർ ആണോ? അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞാലോ, നിയമസമത്വം ആർട്ടിക്കിൾ 14, വിവേചനം തടയൽ ആർട്ടിക്കിൾ 15, അവസര സമത്വം ആർട്ടിക്കിൾ 16, അയിത്ത നിർമാർജനം ആർട്ടിക്കിൾ 17, ബഹുമതി നിർത്തലാക്കൽ ആർട്ടിക്കിൾ 18. ഓക്കെ, ഒന്ന് റിവൈസ് ചെയ്യാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭാരതത്തെ വിശേഷിപ്പിക്കുന്നത് പരമാധികാര, സ്ഥിതിസമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരം പുതിയതായി ഉൾപ്പെടുത്തിയ വാക്കുകളാണ് സ്ഥിതിസമത്വം, മതേതരത്വം. 1976 42 ഭേദഗതി പ്രകാരം ആമുഖത്തിൽ രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭാഗമാണ് ഭാഗം 3. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ നൽകേണ്ട അവകാശങ്ങളെക്കുറിച്ച് INC സമർപ്പിച്ച റിപ്പോർട്ടാണ് 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ തയ്യാറാക്കാൻ അടിസ്ഥാനമാക്കിയത് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്, അതുപോലെ അമേരിക്കൻ ഭരണഘടനയിലെ മൗലിക അവകാശ പട്ടിക എന്നിവയാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന 6 മൗലിക അവകാശങ്ങളുണ്ട്. സമത്വത്തിനുള്ള അവകാശങ്ങൾ ആർട്ടിക്കിൾ 14-18, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ ആർട്ടിക്കിൾ 19-22, ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങൾ ആർട്ടിക്കിൾ 23-24, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ ആർട്ടിക്കിൾ 25-28, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ആർട്ടിക്കിൾ 29-30, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശങ്ങൾ ആർട്ടിക്കിൾ 32-35. ക്ലിയർ ആണോ? അടുത്തത്, ജാതിമതിൽ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ഇടം പിടിച്ച ഗ്രാമം ഏതാണ്? മധ്യമപുരം. ഏതാണ്? മധ്യമപുരം. സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശങ്ങൾ ഏതെല്ലാം? അപ്പൊ ഏതെല്ലാം അവകാശങ്ങളാണ്? 1 നിയമസമത്വം, 2 വിവേചനം തടയൽ, 3 അവസര സമത്വം, അയിത്ത നിർമാർജനം, ബഹുമതി നിർത്തലാക്കൽ. ഇതെങ്ങനെ പഠിക്കണം? ആർട്ടിക്കിൾ 14 നിയമസമത്വം, 15 വിവേചനം തടയൽ, 16 അവസര സമത്വം, 17 അയിത്ത നിർമാർജനം, ബഹുമതി നിർത്തലാക്കൽ, 18. ഒന്നുകൂടെ, നിയമസമത്വം ആർട്ടിക്കിൾ 14 നിയമസമത്വം, 15 വിവേചനം തടയൽ, 16 അവസര സമത്വം, 17 അയിത്ത നിർമാർജനം, 18 ബഹുമതി നിർത്തലാക്കൽ. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ പഠിച്ചാലും നമുക്ക് എന്ത് കിട്ടും? ഈ തന്നിരിക്കുന്നത് ഓപ്ഷനിൽ തന്നത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത് നോക്കാം. നിയമത്തിനു മുന്നിൽ സമത്വം ഉറപ്പാക്കൽ എന്താണ്? ആർട്ടിക്കിൾ 14. ജാതി, മതം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ ആർട്ടിക്കിൾ 15. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ അവസര സമത്വം ആർട്ടിക്കിൾ 16. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ആർട്ടിക്കിൾ 17. അയിത്ത നിർമാർജനം അല്ലെ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ ആർട്ടിക്കിൾ 18. അതിനെന്താ പറയാ? ബഹുമതി നിർത്തലാക്കൽ എന്ന് പറയുന്നു. ഓക്കെ, ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് കിട്ടും? ഈ ആർട്ടിക്കിള് ഓർത്തിരിക്കാനായിട്ട് കഴിയും. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ഘട്ടത്തിലോട്ട് നീങ്ങാം. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 1955. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത് 1955. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? നോക്കാം. ഏതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം? ആർട്ടിക്കിൾ 19 ആണ് അല്ലെ. അതിന് എന്തുണ്ട്? ഉപവിഭാഗങ്ങളുണ്ട് അല്ലെ. 19(1), 19(2), 19(3). അതായത് 19(1) എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എ. 19
2 എന്ന് ഉദ്ദേശിക്കുന്നത് 19B. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നോക്കാം. സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യമാണ് 19-1. സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം. നോക്കൂ, നിങ്ങളിത് സങ്കല്പിക്കുക. നിങ്ങളൊരു എന്താ പറയുക, പൗരനാണല്ലോ അല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു? സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ആദ്യം ആർജിക്കുന്നു. സംസാരത്തിനും ആശയം പ്രകടിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ആർജിക്കുന്നു. അത് ഏതനുസരിച്ചാണ്? 19(1) അനുസരിച്ച്, ആർട്ടിക്കിൾ 19(1) അനുസരിച്ച്. അതിനുശേഷം ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം ആർജിക്കുന്നു. എന്താണ്? ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ ആർജിക്കുന്നു. ഏതിൽ നിന്ന്? 19(2) എന്ന് പറയുന്ന ആർട്ടിക്കിൾ പ്രകാരം നിങ്ങൾക്ക് ആയുധങ്ങൾ കൂടാതെ എവിടെയും സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അടുത്തത്, നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം കിട്ടി. അടുത്തത് എന്താ? അടുത്തത് സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19(3). എന്താണ്? നിങ്ങൾക്കൊരു സംഘടന രൂപീകരിക്കണമെന്നുണ്ട്. അത് രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 19(3). അപ്പോൾ സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. അടുത്തത്, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, അത് ഏതു പ്രകാരമാണ്? ആർട്ടിക്കിൾ 19(4) പ്രകാരം. ഇന്ത്യയിൽ എവിടെയും താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം. നിങ്ങൾ സഞ്ചരിച്ചു, അങ്ങനെ ഇന്ത്യയിൽ വേറെ എവിടെയൊക്കെ എത്തി, എന്നിട്ട് അവിടെ എന്ത് ചെയ്യണം? താമസിക്കണം അല്ലേ? അങ്ങനെ താമസിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നു. ഏതു പ്രകാരം? 19(5) പ്രകാരം. അടുത്തത്, ഏതു തൊഴിലിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം. അപ്പം നിങ്ങൾക്ക് എന്ത് തൊഴിൽ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? 19(6). ക്ലിയർ ആണോ? ഓക്കെ, നമ്മളുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഒന്നുകൂടെ നോക്കാം. സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19(1). ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19(2). സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19(3). ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19(4). ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19(5). ഏത് തൊഴിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19(6). ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് നോക്കാം. അടുത്തത് എന്താണ്? ആർട്ടിക്കിൾ 19 കഴിഞ്ഞ് നമ്മൾ 18 വരെ നോക്കി, 19 നോക്കി, അതിൻ്റെ ഉപവിഭാഗങ്ങൾ നോക്കി. ഇനി അടുത്തത് 20 കടക്കുവാണ്. കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം ആർട്ടിക്കിൾ 20. എന്താ പറയുന്നത്? കുറ്റകൃത്യം ചെയ്തവരെ നമ്മൾ എന്തിനെ സംരക്ഷിക്കണം അല്ലേ? നോക്കൂ, ഒരേ കുറ്റം ചെയ്ത ആളാണ്. ഒരേ കുറ്റം 2 തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരേ കുറ്റം 2 തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 2 ശിക്ഷ ലഭിക്കുമോ? 2 ശിക്ഷ ലഭിക്കില്ല. ഏതു പ്രകാരം? ആർട്ടിക്കിൾ 20 പ്രകാരം 2 ശിക്ഷയല്ല ലഭിക്കുന്നത്. 2 കുറ്റത്തിനും കൂടെ 1 ശിക്ഷയാണ്. അതാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. അതിന് പറയുന്ന പേരാണ് ഇരട്ട ശിക്ഷയിൽ നിന്നുള്ള മോചനം. ഓക്കെ, കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം ആർട്ടിക്കിൾ 20 ആണ്. അപ്പോൾ ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് എങ്ങനെയാണ്? ഇരട്ട ശിക്ഷയിൽ നിന്നുള്ള മോചനം. ക്ലിയർ അല്ലേ? അടുത്തത്, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം ആർട്ടിക്കിൾ 21. എന്താണ്? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം. നോക്കൂ, ഇത് നമ്മുടെ എന്താണ്? അടിയന്തരാവസ്ഥ കാലത്ത് പോലും നിഷേധിക്കാൻ കഴിയാത്ത 2 ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20ഉം 21. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് നോക്കാം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 21. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21. അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരെയുള്ള സംരക്ഷണം പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 22. അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരെയുള്ള സംരക്ഷണം ഏതാണ്? ആർട്ടിക്കിൾ 22 ആണ്. അടിയന്തരാവസ്ഥ കാലത്തും നിഷേധിക്കാൻ പറ്റാത്ത മൗലിക അവകാശമാണ് ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം എന്ന് അവകാശപ്പെടുന്ന ആർട്ടിക്കിൾ 21. ക്ലിയർ ആണോ? അടിയന്തരാവസ്ഥ കാലത്ത് ഏത് നിഷേധിക്കാൻ കഴിയില്ല? ആർട്ടിക്കിൾ 21 നിഷേധിക്കാനായി കഴിയില്ല. ഓക്കെ, ക്ലിയർ അല്ലേ?
ഓക്കെ, അടുത്ത് നോക്കാം. ചൂഷണത്തിനെതിരായ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ആർട്ടിക്കിൾ 22 വരെ എത്തി അല്ലേ. അടുത്ത ചൂഷണത്തിനെതിരായ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് നിർബന്ധിത തൊഴിൽ, മനുഷ്യ കച്ചവടം എന്നിവ നിരോധിച്ചിരിക്കുന്നു. ഇത് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 23. നിർബന്ധിതവും അതുപോലെ മനുഷ്യ കച്ചവടം എന്നിവ നിരോധിച്ചിരിക്കുന്നു. ഈ നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കുന്ന എന്താണ്? ചൂഷണമാണ് അല്ലേ. മനുഷ്യ കച്ചവടം അതൊക്കെ ഇതിൽ പെടും. ചൂഷണത്തിൽപ്പെടും. അപ്പം ചൂഷണത്തിനെതിരായിട്ടുള്ള അനുച്ഛേദമാണ് എന്ത്? ആർട്ടിക്കിൾ 23. അടുത്തത് വ്യവസായശാലകളിലും മറ്റ് അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. വ്യവസായശാലകളിലും മറ്റൊക്കെ എന്താണ്? പ്രായപൂർത്തി ആവാത്ത ആളുകളെ ജോലിക്ക് നിർത്തുന്നത് എന്താണ്? ആർട്ടിക്കിൾ അത് നിരോധിച്ചു കൊണ്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. ബാലവേല നിരോധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് 23ഉം 24. ആർട്ടിക്കിൾ 23 ചൂഷണത്തിനെതിരെയുള്ള അവകാശം, അതുപോലെ ബാലവേല നിരോധനം ആർട്ടിക്കിൾ 24. അടുത്തത് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു കോട്ടാണ് എന്താ? നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജവഹർലാൽ നെഹ്റു. നോക്കാം. അടുത്തത് മതേതരത്വം അല്ലെ. നമ്മൾ മതേതരത്വം എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുണ്ട് അല്ലെ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മതേതരത്വം എന്നാൽ ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല, ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല, മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു. ഇതാണ് എന്തെന്നറിയപ്പെടുന്നത്? മതേതരത്വം. അപ്പൊ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല, ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല, മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം നമ്മൾ റിവൈസ് ചെയ്യാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ ഉൾപ്പെടുന്നവ: സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം 19-1, ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം 19-2, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം 19-3, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം 19-4, ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം 19-5, ഏത് തൊഴിലിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം 19-6. ഓക്കെ, കിട്ടിയോ? അപ്പോൾ 19 കഴിഞ്ഞ് അടുത്തത് 20 കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം. ആർട്ടിക്കിൾ 20 ഇരട്ട ശിക്ഷയിൽ നിന്നുള്ള മോചനം. ഓക്കെ, അടുത്തത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 21. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് അനുച്ഛേദം 21. ഈ അനുച്ഛേദം 21 എങ്ങനെയാ വന്നത്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അല്ലെ. ആർട്ടിക്കിൾ 21 2002 86 ഭേദഗതി പ്രകാരമാണ് ഇത് കൂട്ടിച്ചേർത്തത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ പാർലമെന്റ് ഈ വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കി കേട്ടോ. പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് എന്നാണ്? 2009 ഓഗസ്റ്റ് 26-നാണ്. 2009 ഓഗസ്റ്റ് 26-ന്. അതുപോലെ പാർലമെന്റ് ഈ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? പാസ്സാക്കി, എന്നാൽ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. എപ്പോഴാണ്? 2010 ഏപ്രിൽ 1-നാണ്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് അടിയന്തരാവസ്ഥ കാലത്തും നിഷേധിക്കാനാകാത്ത നമ്മളൊന്നും പറഞ്ഞില്ല അല്ലെ. ആർട്ടിക്കിൾ 22 പറഞ്ഞില്ല. അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരെയുള്ള സംരക്ഷണം. അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരെയുള്ള സംരക്ഷണം ഏതാ പറഞ്ഞ? ആർട്ടിക്കിൾ 22 കരുതൽ തടങ്കൽ എന്ന് പറയും അല്ലെ. അടുത്തത് എന്താ? അടിയന്തരാവസ്ഥ കാലത്ത് നിഷേധിക്കാൻ പറ്റാത്ത മൗലിക അവകാശമാണ് ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം. അതായത് ആർട്ടിക്കിൾ 21. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് ചൂഷണത്തിനെതിരായ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് എന്താണ്? ചൂഷണത്തിനെതിരായ അവകാശങ്ങൾ ഉൾപ്പെടുന്നത് ആർട്ടിക്കിൾ 23, ആർട്ടിക്കിൾ 24 അല്ലെ. ആർട്ടിക്കിൾ 23 എന്താ? നിർബന്ധിതമായി തൊഴിലെടുപ്പിക്കുന്നത് അല്ലെ. നിർബന്ധിത തൊഴിൽ, മനുഷ്യ കച്ചവടം എന്നിവ നിരോധിച്ചിരിക്കുന്നു. അതായത് ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 23. വ്യവസായശാലകളിലും മറ്റ് അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ഇതാരാ പറയുന്നത്? ആർട്ടിക്കിൾ 24. ഓക്കെ, ബാലവേല നിരോധനം. ക്ലിയർ അല്ലേ? ഓക്കെ,
അടുത്തത് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണെന്ന് പറഞ്ഞു. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? അങ്ങനെ അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, അടുത്തത് മതേതരത്വം. എന്താണ് മതേതരത്വം എന്ന് പഠിച്ചു അല്ലെ. എന്താണ് മതേതരത്വം? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല, ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല, മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, സെറ്റ് അല്ലേ? അപ്പം നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് നീങ്ങാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്. അടുത്ത എന്താണ്? 24 വരെ നമ്മൾ ആർട്ടിക്കിൾ പഠിച്ചു. അടുത്ത കണ്ടിന്യൂഷൻ എന്താണ്? ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണല്ലോ മതസ്വാതന്ത്ര്യം. ഓക്കെ, നോക്കാം. സ്വതന്ത്രമായി ഏതു മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 25. അപ്പോൾ സ്വതന്ത്രമായി ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം, അത് ആചരിക്കാം, പ്രചരിപ്പിക്കാം, ഇങ്ങനെയൊക്കെയുള്ള അവകാശമാണ് എന്തെന്നറിയപ്പെടുന്നത്? ആർട്ടിക്കിൾ 25. അങ്ങനെ എനിക്കിഷ്ടമുള്ള ഒരു മതം ഞാൻ എന്ത് ചെയ്തു? സ്വീകരിച്ചു അല്ലേ, അത് ആചരിച്ചു, പ്രചരിപ്പിച്ചു. ഇനി അടുത്തത് മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, എനിക്കൊരു ജീവകാരുണ്യ സ്ഥാപനം തുടങ്ങണം, മതജീവകാരുണ്യ സ്ഥാപനം തുടങ്ങണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ആർട്ടിക്കിൾ 26 വെച്ച് എനിക്കത് തുടങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം അനുശാസിക്കുന്നത് ആർട്ടിക്കിൾ 26 ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിനു വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ സമ്പ്രദായം. ചില നികുതികളൊക്കെ ഇങ്ങനെ പിരിക്കാനായിട്ട് വരും അല്ലേ. ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി, അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി എന്താണ്? നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരെയുള്ള സ്വാതന്ത്ര്യം. അങ്ങനെ നിർബന്ധിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 27. അടുത്തത് മതബോധനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള അവകാശം. എന്താണ്? മതബോധനം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ പറയുക, പ്രചരണമൊക്കെ നടത്തുമല്ലോ അല്ലേ, പ്രചരണങ്ങൾ എല്ലായിടത്തും നടത്തുമല്ലോ. ഓക്കെ, അതിന് പറയുന്ന പേരാണ് മതബോധനം. അതിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി അല്ലേ. നമ്മൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നമ്മളതിൽ നിന്നാൽ മതി. അതിൽ നിന്ന് മാറി നിൽക്കാനും നമുക്ക് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 28. അപ്പോൾ മതബോധനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള അവകാശം അനുശാസിക്കുന്നത് ആർട്ടിക്കിൾ 28. ക്ലിയർ ആണോ? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് സ്വതന്ത്രമായി ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം ആർട്ടിക്കിൾ 25. മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 26. ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിനു വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 27. മതബോധനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 28. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ ഏതെല്ലാമാണ്? ആർട്ടിക്കിൾ 29, 30. 29, 30 എന്താണ് പ്രതിപാദിക്കുന്നത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 29, 30. നോക്കാം. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29. ആർട്ടിക്കിൾ 30 എന്താണ്? ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 30. അതായത് ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഭാഷയുടെ അടിസ്ഥാനത്തിലൊക്കെ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആ വിഭാഗങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 30. അടുത്തത്, ഒരു വ്യക്തിക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കാൻ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാൻ അവകാശം നൽകുന്നത് ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്. അപ്പോൾ ഭരണഘടനയിൽ
തന്നെ എന്താണ് ചില കാര്യങ്ങൾ വന്നാൽ നമ്മുടെ മൗലിക അവകാശങ്ങളൊക്കെ ലംഘിക്കപ്പെട്ടാൽ അവ എന്താണ് വീണ്ടെടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാം. ഓക്കെ, അത് ഏത് പ്രകാരമാണ്? ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്നുള്ള അടിസ്ഥാനത്തിൽ നമുക്ക് ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാം എന്നാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കാൻ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാൻ അവകാശം നൽകുന്നത് ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്. ക്ലിയർ ആണോ? ഓക്കെ, അതായത് ആദ്യം ഇത് എന്താ ഉദ്ദേശിക്കണമെന്നറിയോ? ആദ്യം ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് കിട്ടി ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അത് തൃപ്തികരമല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട് കേട്ടോ, വീണ്ടും നമുക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ ചെയ്യാം. അതുപോലെ സുപ്രീം കോടതി വിധി എഴുതിയതാണെങ്കിൽ കൂടിയും സുപ്രീം കോടതിയിൽ എന്താണ് വീണ്ടും പുനഃപരിശോധിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്പീൽ സമർപ്പിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ പറയുന്നതാണ്. അതായത് ഒരു പ്രതിവിധിക്ക് അല്ലേ, ഒരു പ്രതിവിധിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ ഒക്കെ സമീപിക്കാനുള്ള അവകാശം ഉറപ്പ് നൽകുന്നതാണ് ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്ന് പറയുന്നത്. അടുത്തത്, മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുണ്ട്. ഇത്തരം ഉത്തരവുകൾ അറിയപ്പെടുന്നത് റിട്ട് എന്നാണ്. എന്താണ്? റിട്ട് എന്നാണ്. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശമെന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ആരുടെ വാക്കുകളാണിവ? ആരുടേതാണ്? അംബേദ്കർ അല്ലേ, നമ്മുടെ BR അംബേദ്കറിൻ്റെ വാക്കുകളാണിത്. എന്താ പറയുന്നത്? ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം എന്തായിരിക്കും? ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നതാണ്. ഏതാണ് ആർട്ടിക്കിൾ അറിയാവോ? ആർട്ടിക്കിൾ 32. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്നൊക്കെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ക്ലിയർ ആണോ? അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? അംബേദ്കർ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചൊരു കാര്യമുണ്ട്. ആധുനിക ഇന്ത്യയുടെ ശില്പി ആരായിരുന്നു? ആധുനിക ഇന്ത്യയുടെ ശില്പി ജവഹർലാൽ നെഹ്റു അല്ലേ, ജവഹർലാൽ നെഹ്റു. ക്ലിയർ ആണോ? ഓക്കെ, ഒന്നും മാറി അങ്ങ് പോവരുതേ. അടുത്ത് എന്താ പറയുന്നത്? മൗലിക അവകാശങ്ങൾ സംരക്ഷണത്തിനായി കോടതികൾ എത്ര തരത്തിലുള്ള റിട്ടുകളാണ് പുറപ്പെടുവിക്കുന്നത്? മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ കോടതികൾ എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്? 5 തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. 5. ഓക്കെ, 1 ഹേബിയസ് കോർപ്പസ്, 2 മാൻഡമസ്, 3 കോവാറൻഡോ, 4 സെർഷോററി, 5 പ്രോഹിബിഷൻ. ഒന്നുകൂടെ പറയും, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോവാറൻഡോ, സെർഷോററി, പ്രോഹിബിഷൻ. കിട്ടിയോ? ഓക്കെ, ഇത് കുറേ തവണ റിപ്പീറ്റ് ചെയ്താൽ കിട്ടുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത്, ജനക്ഷേമത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നടപ്പിലാക്കാൻ ആവശ്യപ്പെടുന്ന നിർദ്ദേശങ്ങൾ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പറയുന്നത്? ഭാഗം 4, നിർദ്ദേശക തത്വങ്ങൾ. നോക്കൂ, എന്താണ്? ജനക്ഷേമത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നടപ്പിലാക്കാൻ ആവശ്യപ്പെടുന്ന നിർദ്ദേശങ്ങൾ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പറയുന്നത്? നിർദ്ദേശക തത്വങ്ങൾ. ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളിലാണ് ഇത് പറയുന്നത്. അടുത്ത, നിർദ്ദേശക തത്വങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ക്ഷേമരാഷ്ട്ര രൂപീകരണമാണ് അല്ലെ. നിർദ്ദേശക തത്വങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ക്ഷേമരാഷ്ട്ര രൂപീകരണമാണ്. നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. അടുത്തത്, നിർദ്ദേശക തത്വങ്ങളിൽ പ്രധാന ചില ഇനങ്ങളുണ്ട്. അത് ഏതെല്ലാമാണ്? അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾ ഉണ്ട്. അത് ഏതെല്ലാമാണെന്ന് നോക്കാം. സൗജന്യ നിയമസഹായം ആർട്ടിക്കിൾ 39A. സൗജന്യ നിയമസഹായം ആർട്ടിക്കിൾ 39A. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം ആർട്ടിക്കിൾ 39D. പുരുഷനും സ്ത്രീക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ 39D. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കൽ ആർട്ടിക്കിൾ 46.
പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കൽ ആർട്ടിക്കിൾ 46. അടുത്തത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തൽ ആർട്ടിക്കിൾ 51. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തൽ ആർട്ടിക്കിൾ 51. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം നിർദ്ദേശക തത്വങ്ങളിലെ ചില പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് ഇതെല്ലാം. അടുത്തത് ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭരണഘടനയുടെ ഭാഗം ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ. ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭരണഘടന ഭാഗം ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ. അടുത്തത് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയ ചില പ്രധാന ഗാന്ധിയൻ ആശയങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ ആർട്ടിക്കിൾ 40. കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ ആർട്ടിക്കിൾ 43. ലഹരി വസ്തുക്കളുടെ നിരോധനം ആർട്ടിക്കിൾ 47. ഗോവധ നിരോധനം ആർട്ടിക്കിൾ 48. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ ആർട്ടിക്കിൾ 40. കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ ആർട്ടിക്കിൾ 43. ലഹരി വസ്തുക്കളുടെ നിരോധനം ആർട്ടിക്കിൾ 47. ഗോവധ നിരോധനം ആർട്ടിക്കിൾ 48. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ഭാഗം 4A. മൗലിക കർത്തവ്യങ്ങൾ അഥവാ കടമകളെക്കുറിച്ച് പ്രസ്താവിക്കുന്ന ഭരണഘടനാ ഭാഗം 4A. നിലവിൽ മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം 11. നിലവിൽ മൗലിക കർത്തവ്യങ്ങൾ എത്രയാണ്? 11. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയോട് ചേർത്ത ഭേദഗതി ഏതാണ്? 1976 42 ഭേദഗതി. അപ്പോൾ മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയോട് ചേർത്ത ഭേദഗതിയാണ് 1976 42 ഭേദഗതി. ക്ലിയർ ആയോ? ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. നോക്കാം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ആർട്ടിക്കിൾ 29, 30. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29. മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം ആർട്ടിക്കിൾ 30. ഒരു വ്യക്തിക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കാൻ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാൻ അവകാശം നൽകുന്നതാണ് ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ആരുടെ വാക്കുകൾ? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. മൗലിക അവകാശ സംരക്ഷണത്തിനായി കോടതികൾക്ക് എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം? 5 തരത്തിൽ. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കൊവാറന്റോ, സെർഷോററി, പ്രോഹിബിഷൻ. ജനക്ഷേമത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നടപ്പിലാക്കാൻ ആവശ്യപ്പെടുന്ന നിർദ്ദേശങ്ങൾ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ്? ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങളുടെ പ്രധാന ലക്ഷ്യം ക്ഷേമരാഷ്ട്ര രൂപീകരണം. നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. നിർദ്ദേശക തത്വങ്ങളിൽ പ്രധാനപ്പെട്ട ചില ഇനങ്ങളാണ്. 1. സൗജന്യ നിയമസഹായം ആർട്ടിക്കിൾ 39A. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം ആർട്ടിക്കിൾ 39D. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കൽ ആർട്ടിക്കിൾ 46. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കൽ. ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭരണഘടനയുടെ ഭാഗമാണ് നിർദ്ദേശക തത്വങ്ങൾ. ഭാഗം 4. നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില പ്രധാന ഗാന്ധിയൻ ആശയങ്ങൾ ഏതെല്ലാമാണ്? ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, അതെന്താണ്? ആർട്ടിക്കിൾ 40. കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ ആർട്ടിക്കിൾ 43. ലഹരി വസ്തുക്കളുടെ നിരോധനം ആർട്ടിക്കിൾ 47. ഗോവധ നിരോധനം ആർട്ടിക്കിൾ 48. ക്ലിയർ ആണോ? കിട്ടിയില്ലേ? അടുത്ത മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണെന്ന് പറഞ്ഞ ഭാഗം 4A ആണ് മൗലിക കർത്തവ്യങ്ങൾ. ഓക്കെ, അടുത്തത് നിലവിൽ മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 11 നിലവിൽ മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം 11. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയോട് ചേർത്ത ഭേദഗതിയാണ് 1976 42 ഭേദഗതി. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയോട് ചേർത്ത ഭേദഗതി 1976 42 ഭേദഗതി. നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഈ മൊഡ്യൂളിൽ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ
എന്താണ് പൗരൻ്റെ അവകാശങ്ങളും കടമകളും അതും ഈ പറയുന്ന നമ്മുടെ ഈ 3 ചാപ്റ്ററിൽ ഉൾപ്പെടുന്നത് തന്നെയാണ്. ഓക്കെ, ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ പോലുള്ള വിഷയങ്ങൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് കണക്റ്റഡ് ഫാക്ട്സ് എന്നുള്ളതിൽ കൂടുതലായിട്ട് ഒരു ക്ലാസ് മുഴുവൻ നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, അത് ഇടയിൽ ഞാൻ തരുന്നതായിരിക്കും. അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, വേറെ മൊഡ്യൂളായിരിക്കാം. ഓക്കെ, വേറെ മൊഡ്യൂളിലോട്ട് നമ്മൾ കിടക്കുകയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ കട്ടയ്ക്ക് അങ്ങ് കൂടെ നിൽക്കുക. കാരണം നമ്മൾ ഈ സിലബസ് വൈസ് ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. അത് വളരെ ഉറപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഈ രീതിയിൽ പഠിച്ചു പോവുക. നിരവധി യൂട്യൂബ് ക്ലാസ്സുകൾ കിട്ടും. അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന ആ രീതിയിൽ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.